भी पता है मैं न मानू कभी हार तेरी मेरी दुनिया में बेहिसाब प्यार मैं हूँ एक एंजल और डेविल मेरा यार तेरे जैसा दुनिया Let's go. ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിയിട്ട് ഹീറോയിൻ്റെ പേര് പ്രിയ. ഹീറോ ഒരു ടീച്ചർ ട്രെയിനിങ് എടുത്തായിരുന്നു, ടീച്ചറാണ്. ഹീറോയ്ക്ക് ജോബ് കിട്ടിയായിരുന്നു, കൊറിയയിലാണ്, സ്കൂളിലാണ് ജോബ്. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായി. പ്രിയ റെഡിയായി ബുക്ക് ചെയ്ത് ഫ്ലൈറ്റിലുണ്ടായിരുന്നു ഹീറോ. അങ്ങനെ ഫ്ലൈറ്റ് കയറി പറന്നു ഡൽഹിക്ക് എത്തിയായിരുന്നു. ഡൽഹിയിൽ നിന്ന് ഇറങ്ങി അവിടെ റെസ്റ്റ് എടുത്തതിന് കുറേ ഫ്ലൈറ്റ് ഇറങ്ങിയായിരുന്നു. വീട് അവിടെ സ്കൂളിൻ്റെ വീട് തന്നായിരുന്നു ഹീറോയ്ക്ക്. ഹീറോയുടെ ഫ്രണ്ടിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പ്രിയ അനു പറയായിരുന്നു, പൂജാനു, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു സ്കൂള്. അതെ എനിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു എന്ന് പറയായിരുന്നു. ഞാൻ ഫോട്ടോ നോക്കിനി എന്ന് രണ്ടുപേര് പറയായിരുന്നു. ഹീറോ ചേച്ചി അങ്ങനെ റെസ്റ്റ് എടുത്ത് രാവിലെ അവരെല്ലാം റെഡി ആയിട്ട് സ്കൂളിലേക്ക് വന്നിരുന്നു. സ്കൂളിൽ പ്രിൻസിപ്പളിനോട് മീറ്റ് ചെയ്ത് പ്രിൻസിപ്പളോട് സംസാരിച്ച് പ്രിൻസിപ്പൾ പറയായിരുന്നു. അങ്ങനെയായിട്ട് പ്രിൻസിപ്പൾ ശരി പാ എന്ന് പറഞ്ഞു. പ്രിൻസിപ്പൾ ശരി ഓക്കെ സാറായിരുന്നു. ചെയർമാനായിരുന്നു പ്രിൻസിപ്പൾ മാത്രമല്ല ചെയർമാൻ പ്രിൻസിപ്പൾ പറഞ്ഞ അങ്ങനെയായിട്ട് ഒരു മാം ഉണ്ടായിരുന്നു, പ്രിൻസിപ്പൽ മാം. അത് PT മെമ്പർ മമ്മിയായിരുന്നു. ചിലപ്പോൾ എൻ്റെ ഡാഡിയിൽ മമ്മി ഇരിക്കുമായിരുന്നു. അങ്ങനെ സംസാരിച്ചായിരുന്നു മമ്മീൻ്റെ PT മെമ്പറുടെ സംസാരിച്ച. അങ്ങനെ അവർ സ്കൂൾക്ക് വന്നു. ഹീറോയോട് പറഞ്ഞു നീ മാത്സ് പഠിപ്പിക്കാൻ പറയായിരുന്നു. ഹീറോ ചിട്ടിട്ട് ശരി ഓക്കെ എന്ന് പറയായിരുന്നു. ഹീറോയുടെ ഫ്രണ്ട് പറയായിരുന്നു, പൂജ പറയായിരുന്നു, ഞാനെന്താ ഹീറോയുടെ ഫ്രണ്ട് മാത്സ് പഠിപ്പിക്കുക, ഹീറോ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പറയായിരുന്നു. ഹീറോയിനോട് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പറയുന്നു. പൂജ പറയുന്നു, എനിക്ക് ഇംഗ്ലീഷ് അത്ര ഒന്നും എത്താലോ മാം എന്ന് പറയുന്നത്. അപ്പം നീ ഇംഗ്ലീഷ് എടുത്തോ എന്ന് ഹീറോയിനോട് പറയാം. ഹീറോ ഇംഗ്ലീഷ് മാത്സ് നീ എടുത്തോ പൂജയോട് പറയും. പൂജ ഭയങ്കരാവേ നീ സയൻസ് എടുത്തെന്ന് പറയുന്നത്. ശരി മാം എനിക്ക് സയൻസ് ഓക്കെ എന്ന് പറയായിരുന്നു. അവൾക്ക് സയൻസ് അറിയാം ഹീറോയിൻ്റെ ഫ്രണ്ടിക്ക് അനുക്കു. അങ്ങനെ അവർ ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ക്ലാസ് ഹീറോ വന്നായിരുന്നു. ഗുഡ് മോർണിംഗ് മാം എന്ന് പറയുന്നത്. അങ്ങനെ അവർ ഫസ്റ്റ് ഗേൾസിനടുത്ത് ഗേൾസിൻ്റെ നെയിം പറയായിരുന്നു. എൻ്റെ പേര് ഇതാണെന്ന് ഹീറോയോട് എൻട്രി കൊടുത്തായിരുന്നു. അങ്ങനെയായിട്ട് എല്ലാവരും ബോയ്സ് ഇപ്പോൾ PT മെമ്പറുടെ ഫസ്റ്റ് ബെഞ്ചാണ്. എൻ്റെ പേര് എന്താണ്? ഹായ് സർ മാം, എൻ്റെ പേര് കിം സങ് ചെൻ എന്ന് പറഞ്ഞു. ഐ എം ഓൾ ഹാൻസം യോ എന്ന് പറയുന്നു. ഹീറോ ഇരിക്കായിരുന്നു. ഇരുന്നപ്പാന്ന് പറയായിരുന്നു. എൻ്റെ പേര് മിന്നോങ്കി എന്നെ ഷുഗർ എന്ന് വിളിക്കുക എന്ന് പറയുന്നു. ഐ എം ജെഹോപ്പ് മോസം എന്ന് പറയുന്നത്. ജെഹോപ്പാണ് എന്നെ ജെഹോപ്പ് എനിക്ക് ഓർജ് ഞാൻ പറഞ്ഞു ജെഹോപ്പ. ലാസ്റ്റ് ജെഹോപ്പ വിളിച്ചു. മാം എൻ്റെ പേര് കിംസ് ജിന്നല്ല, എൻ്റെ പേര് കിന്നഞ്ചു എന്നാണ്. എന്നെ ആറമ്മയെന്ന് വിളിച്ച മാം എന്ന് പറയായിരുന്നു. എൻ്റെ പേര് നന്നായിട്ട് എൻ്റെ പേര് പാക് ജിമിൻ, എന്നെ ജിമ്മിനെ വിളിച്ചു. മാം എൻ്റെ പേര് കിം ടൈം, എന്നെ വി വിളിച്ചു. മാം എൻ്റെ പേര് ജിയാൻ ചങ്കുക്ക്, എന്നെ കുക്കി വിളിച്ചു. എന്നെ ചങ്കുക്ക് വിളിച്ചു മാം എന്ന് പറയുന്നത്. അങ്ങനെ ഹീറോ ചിട്ടിട്ട് അങ്ങനെ ഇടേറെന്ന് പറയുന്നു. അങ്ങനെ ഹീറോ ക്ലാസ് എടുക്കാറുണ്ട്. ഇപ്പോൾ 12th ശരി ഓക്കെ നിങ്ങൾ എക്സാം വരായിരുന്നു. നെക്സ്റ്റ് മാം നിങ്ങൾ അല്ലപ്പാ നിങ്ങൾ 12th ഫാസ്റ്റ് ചെയ്തത് ഹീറോയിനെ ക്ലാസ് തുടങ്ങി. ഫസ്റ്റ് ടൈം ഇപ്പോൾ ഡേയ്സ് വന്നു തുടങ്ങി. അവർക്ക് ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞായിരുന്നു. ഹീറോയിനോട് ഇഷ്ടപ്പെട്ടായിരുന്നു വീഡിയോസുമ്പർക്ക് അവർക്ക് ഹീറോയിനെ. ഇപ്പം നെക്സ്റ്റ് കോളേജ് ജോയിൻ ചെയ്യുന്നു. അതൊക്കെ ഹീറോമാർക്ക് വിഷമമായിരുന്നു. ഹീറോയിനെ എങ്ങനെ മിസ് ചെയ്യാം. എന്നെ PT മെമ്പർ മമ്മിയുടെ ഡാഡിയുടെ അവിടെ പഠിക്കാൻ തുടങ്ങിയായിരുന്നു. എന്താടാ ഹീറോയിനെ കുറിച്ച് ഫുൾ അറിയുമ്പോൾ അവർക്ക് മനസ്സിലായിരുന്നു. ലവ് ചെയ്യാം പ്ലീസ് മമ്മി എന്ന് പറയായിരുന്നു. പറഞ്ഞേക്കടാ അവളെന്നെ ലവ് ചെയ്യാം, അത്ര ഉള്ളൂ. കുട്ടി എന്തെങ്കിലും ലവ് ചെയ്താൽ ഇല്ല ഡാഡി അവൾക്ക് ഞങ്ങൾ പ്രൊപ്പോസ് ചെയ്തില്ല, ഞങ്ങൾക്ക് ഇഷ്ടമാണ് അവളെ, പ്ലീസ് ഡാഡി എന്ന് പറഞ്ഞ് ഹീറോ ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ശരിടാ നോക്കാം എന്ന് പറഞ്ഞ് അവർ വിഷമം ഹീറോയ്ക്ക് മാരേജ് കഴിക്കുമ്പോൾ അങ്ങനെ ഹീറോയി വന്നതാണ്. അങ്ങനെയായിട്ട് ശരി ഓക്കെ ഇവിടെ നിന്ന് എക്സാമിലൊക്കെ കഴിഞ്ഞാൽ ചെയർമാൻ വിളിക്കാമെന്ന് പറയുന്നു. എക്സാം നെക്സ്റ്റ് ഒരു എക്സാമിൽ എഴുതി കഴിഞ്ഞ് ഇതിന് റിസൾട്ട് കിട്ടുന്നതാണ് ഫാസ്റ്റ് ഫൈൽ എന്നറിയുന്നത്. ഹീറോയി വന്ന് നോക്കുമ്പോൾ ഹീറോയി വന്ന് ചെയർമാൻ വിളിച്ചതിന് ഞാൻ ഇങ്ങനെയായിട്ട് ഹീറോയോട് മൊത്തം കാര്യം പറയാനും മകൻ മാരേജ് സാറേ ഇല്ല പറ്റില്ല എങ്ങനെയായിട്ട് പറയുന്നു. സോറി സാറേ എന്ന് പറഞ്ഞ് ഹീറോയി പറഞ്ഞിട്ട് അവിടെ പോകാൻ തുടങ്ങിയായിരുന്നു. അത് കേട്ടൊരു ഹീറോയി പറയുന്നത് കേൾക്കാതെ കൊണ്ട് അങ്ങനെ അവിടുന്ന് പോയായിരുന്നു. ഹീറോയ്ക്ക് അവർ PT മെമ്പർ സ്കൂൾ ബോയ്സാണ്. ഹീറോയ്ക്ക് പ്രൊപ്പോസ് ചെയ്തായിരുന്നു. 7 പേര് ഹീറോയ്ക്ക് പ്രൊപ്പോസ് ചെയ്തായിരുന്നു. ഹീറോയി ഷോക്കായിരുന്നു. എന്താണ് പറയുന്നത്? പ്ലീസ് മാം ഞങ്ങൾ ലവ് ചെയ്യുക അങ്ങനെ പറഞ്ഞു 7 പേര് ടോർച്ചർ ചെയ്താൽ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഇപ്പോൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞു ഹീറോയ്ക്ക് കൺഫ്യൂസ് ആയിരുന്നു. പ്ലീസ് മാം എന്ന് പറഞ്ഞായിരുന്നു. ഹീറോയി പറഞ്ഞ ആ ജോബിൽ ഇരിക്കായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയി സോറിപ്പാ എന്ന് പറഞ്ഞ് ഹീറോയി റിജക്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ 7 പേർക്ക് സാഡായിരുന്നു.
നെക്സ്റ്റ് കോളേജ് ജോയിൻ ചെയ്യാൻ പോകുന്നത് പറയുന്നു. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് കുറച്ച് ജോലി കിട്ടുന്നു ഇന്ത്യയിലെന്ന് ഇത്. നെക്സ്റ്റ് അവിടുത്തെ ഹീറോ അങ്ങനെ പി.ടി. സുബ്ബയുടെ അവിടെ പറയുന്നു, സാർ എനിക്ക് ഇന്ത്യയിൽ കുറച്ച് ജോലി ഉണ്ട് സാറേ ഇന്ത്യയിൽ. അങ്ങനെയായിട്ട് കോൺട്രാക്റ്റ് അത് കുറച്ച് ആളുകൾ അവിടെ ഒരു മാം ഉണ്ടായിരുന്നു. ആ മാമിൻ്റെ പകറിൽ വന്നായിരുന്നു 3 പേര് പറഞ്ഞ് റിജക്റ്റ് അങ്ങനെ ജോലി അവിടെ വേണ്ടെന്ന് പറഞ്ഞ് അവർ ഇന്ത്യക്ക് വന്നായിരുന്നു. 3 ആൾ ഇന്ത്യക്ക് വന്നായിരുന്നു. പി.ടി. സുബ്ബർ ഇപ്പോൾ ഡേയ്സ് നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ പി.ടി. സുബ്ബർ കോളേജ് പഠിക്കുകയാണ്, 3rd ഇയറാണ് പഠിക്കുന്നത്. അവർക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഹീറോയിനും മിസ്സായിരുന്നു. ഇപ്പോൾ ഓവറോല സ്വീറ്റായിട്ടാണ് ഇപ്പോൾ ഭയങ്കര റെക്കഡായി മാറിയായിരുന്നു റോഡിമാത്. അങ്ങനെയായിട്ട് അവർ ഭയങ്കര ഭയങ്കരമായിട്ട് പറയും പി.ടി. സുബ്ബർ ഡാഡിക്ക് അമ്മയ്ക്ക് എന്ത് ചെയ്യാനറിയില്ല, പാവം അവർക്ക് മാരേജ് കഴിക്കാന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞ് അവർ വിഷമം ഉണ്ടായിരുന്നു. ഹീറോ ഇപ്പോൾ ഹിന്ദിയിലാണ് ഉള്ളത്, ഹിന്ദിയിലാണ് കോളേജിൽ ഉള്ളത്. ഹീറോ പറയുന്നു കോളേജ് പ്രൊഫസറായിരുന്നു. ഹീറോ ചേച്ചി പറയുന്നു ഫ്രണ്ട്സോട് അതെടി എന്ന് പറഞ്ഞു. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു, സംസാരിക്കുമായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ഫ്രണ്ട് വന്നായിരുന്നു. മച്ചി ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയുന്നു. എന്താടി പറയുന്നത്? മാരേജ് എടി എന്നകത്ത് പറയുന്നു. ആരൊക്കെ? എൻ്റെ ചേച്ചിക്ക് മാരേജ് എന്ന് പറയുന്നു. കൺഗ്രാസ് മച്ചി എന്ന് പറയുന്നു. അതടി ചേച്ചിക്ക് കൺഗ്രാസ് പറയടി എന്ന് പറയുന്നത്. ചേച്ചിക്ക് കൺഗ്രാസ് ചേച്ചി ശരി എന്ന് പറയുന്നു. അങ്ങനെ അവരുടെ മാരേജിക്കും കൊറിയയിൽ മാരേജാണ്. അങ്ങനെ ഹീറോയുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാം ഉണ്ടായിരുന്നു. അത് പറഞ്ഞ് ഹീറോയിൻ്റെ ഫാമിലി ഒരാളാണ് വരുന്നത്. ഹീറോയിൻ്റെ ഫ്രണ്ട് പറഞ്ഞ ഹീറോയിൻ്റെ മമ്മീൻ്റെ ചേട്ടൻ്റെ മകളാണ് നമ്മൾ ഹീറോയിൻ്റെ ഫ്രണ്ട് അനു പറഞ്ഞത്. അങ്ങനെ അനു പോയിരുന്നു. അങ്ങനെ അവർ കൊറിയൊക്കെ വന്നു. കൊറിയയിൽ അനുവിൻ്റെ ചേച്ചി എനിക്ക് മീരക്ക് മാരേജ് അങ്ങനെ കൊറിയയിലാണ്. അങ്ങനെ മീര ചേച്ചിക്ക് മാരേജ്. അങ്ങനെ മാരേജൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട്. അങ്ങനെ ബിസിനസ് മാൻ പി.ടി. സുബ്ബർ വന്നിട്ടുണ്ട്. ബിസിനസ് പാർട്ട്ണറാണ്. പി.ടി. സുബ്ബർ ഹീറോയിനെ നോക്കിയവനെ കണ്ടുപിടിച്ചായിരുന്നു. ഓഹോ ഇവിടെ തന്നെ ഉണ്ടോ എന്ന് പറഞ്ഞ് അവർ കുസ് പറയുന്നു. അങ്ങനെ മാരേജ് നടക്കാൻ പോകുമ്പോൾ അങ്ങനെയായിട്ട് പറയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിനോട് അങ്ങനെയായിട്ട് മാരേജ് നടക്കാൻ പോകുന്നെന്ന് പറയുന്നു. ഹീറോയിൻ മാരേജ് നടന്നായിരുന്നു. അങ്ങനെ ഹീറോയിൻ ചേച്ചി മാരേജ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഹീറോയിൻ നന്നായിട്ട് ഇതായിരുന്നു. പിറ്റേന്ന് ഹീറോയ്ക്ക് ഷോപ്പിംഗ് ഹീറോയിൻ മമ്മിയോട് വിളിച്ച് സംസാരിക്കണം. അതെങ്ങനെയാണ്? ഇല്ലപ്പാ മകൻ മാരേജ് അയക്കണം എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ ഡാഡി പറയുന്നത്. സാർ അതെങ്ങനെ സെറ്റാവില്ല പറയുമ്പോൾ മെറിട്ടാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ വേറെ വഴിയില്ല അവർക്ക്. പാസ്ബുക്കെല്ലാം പിടിച്ച് വെച്ചിരുന്നു. മാരേജ് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടുമെന്ന്. വേറെ വഴിയില്ല. അവർ ഹീറോയ്ക്ക് ഡ്രസ്സിലെടുക്കായിരുന്നു വെഡിങ്. ഹീറോയ്ക്ക് അറിയില്ല, ഡാഡി എടുത്തിട്ട് വന്നായിരുന്നു. ചർച്ചിലാണ് മാരേജ്. ഹീറോയ്ക്ക് ചർച്ചല്ല ബീച്ചിലാണ് മാരേജ്. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. മാരേജ് പ്ലീസ് ഇല്ല അത് നടന്ന കാര്യം ഹീറോയെ പറഞ്ഞു. ഹീറോയെ സമ്മതിച്ചായിരുന്നു.